ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു യാത്ര പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി വഴി, അതായത് പ്ലൻഡോ ന്യൂസിലാൻഡ് വഴി വന്ന നമ്മുടെ കാൻഡിഡേറ്റ്സിനെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഇപ്പോൾ അവർ പ്ലേസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, തിയറി ക്ലാസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആക്സസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഡയറക്റ്റ് പോയാണ് നമ്മുടെ കാൻഡിഡേറ്റ്സിൻ്റെ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയുണ്ട്, അവരുടെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ അത് നിങ്ങൾക്കും അതുപോലെ തന്നെ അവരുടെ പാരൻസ് നിങ്ങൾക്ക് നേരിട്ട് കണ്ടറിയാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ യാത്ര ഒന്ന് പോവാം. അതായത് ഇവിടെ നിന്ന് ഏകദേശം ഒരു കുറച്ച് ദൂരമുണ്ട്, പക്ഷേ ഇനി കുഴപ്പമൊന്നുമില്ല, നമുക്ക് ദൂരമൊന്നും നമുക്ക് പ്രശ്നമല്ല. നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ ഡയറക്റ്റ് പോവുക, അതാണ് നമ്മളുടെ ഒരു ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരിട്ട് പോയി നമ്മുടെ കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് അവരുടെ എക്സ്പീരിയൻസ്, കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടുവോ ഇവിടുത്തെ ന്യൂസിലാൻഡ് ഉള്ള കാര്യം തന്നെ. അങ്ങനെ നമ്മുടെ കാൻഡിഡേറ്റ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയേക്കുവാണ്. അപ്പൊ നമുക്ക് കാൻഡിഡേറ്റിന്റെ അടുത്ത് നേരിട്ട് തന്നെ ചോദിക്കാം. ആള് വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലാണ്. അപ്പൊ ആള് വരുന്നുണ്ടോ എന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഓക്കെ, റെസ്റ്റോറന്റ് റാൻഫർലി എന്ന് പറയും. അപ്പൊ കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്നില്ല. അപ്പൊ ഈ വരുന്നതാണ് നമ്മുടെ കാൻഡിഡേറ്റ്. അപ്പൊ അങ്ങനെ നമ്മളുടെ കാൻഡിഡേറ്റിന്റെ അടുത്ത് വന്നേക്കുവാണ്. അപ്പൊ നമ്മുടെ കാൻഡിഡേറ്റ് പരിചയപ്പെടുത്താൻ ജോസഫൈൻ എന്നാണ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോസഫൈൻ കൂടെ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഫീൽഡിങ്ങിൽ, റാൻഫർലി എന്ന് പറയും. അപ്പൊ ജസ്റ്റ് നമ്മുടെ ഫീൽഡിംഗ് എന്ന് പറയുന്നത് നല്ല അടിപൊളി സ്ഥലമൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഫീൽഡിങ് നോക്കി കഴിഞ്ഞാൽ അത്രയും വലിയൊരു സിറ്റി അല്ല, പക്ഷെ ചെറിയൊരു സിറ്റിയാണ്. പക്ഷെ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത് ജോസഫിന്റെ അടുത്ത് ഇവിടുത്തെ നമ്മളുടെ കമ്പനി വഴി വന്നതിന്റെ എന്താണ് ബെനിഫിറ്റ്സ്, ആള് ഹാപ്പി ആണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പൊ ഇനി ജോസഫിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, നമ്മുടെ കമ്പനി വഴി വന്നിട്ട് കമ്പയർ ടു, നമ്മളിപ്പോ എന്ത് കാര്യം കമ്പയർ ചെയ്യുന്ന പറയത്തുള്ളൂ കേട്ടോ, എന്ത് കാര്യം, അതായത് മറ്റുള്ള ഏജൻസികളെ അപേക്ഷിച്ച് നിങ്ങൾക്ക് എന്താണ് ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നത്? കാര്യം നിങ്ങൾക്ക് 100% ഇപ്പോ മറ്റുള്ള ഏജൻസികൾ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ വേണ്ട സ്റ്റുഡൻസ്, നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ വന്ന ഒത്തിരി പേരെ പരിചയപ്പെട്ട് കാണൂല. അപ്പോ ഞങ്ങളുടെ കമ്പനി എന്താണ് ചെയ്തതെന്നും പിന്നെ മറ്റുള്ള അവരവരുടെ ഫീലിങ്സ്, അവരുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? ഒരു പ്രത്യേകതയായിട്ട് എന്ത് തോന്നുന്നു? ഒത്തിരി പ്രത്യേകതയുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ കൂട്ടത്തിലുള്ള ഞങ്ങൾ ക്യാമ്പ് ചെയ്യുന്നതിൽ ഒരുപാട് പേര് വേറെ പല പല ഏജൻസികളാണ് പ്രോസസ്സിങ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ, നാട്ടിൽ നിന്നാണെങ്കിൽ തന്നെ അവർക്ക് ഒരു പ്രോപ്പർ ആൻസർ പലതിനും കിട്ടിയിട്ടില്ലായിരുന്നു. എന്താ ഇപ്പൊ എവിടെ വരെയായി നമ്മൾ CTF ആണെങ്കിലും പല കാര്യത്തിലും പ്രോപ്പറായിട്ട് ഒരു ആൻസർ കിട്ടിയിട്ടില്ല. പക്ഷെ ഏറ്റവും വലിയ ട്രബിൾ എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് അവർ ചോദിക്കണമെന്ന് വെച്ചാൽ ഫോൺ എടുക്കത്തില്ല, അല്ലെങ്കിൽ ഒരു മെസ്സേജ് പോലും റിപ്ലൈ തരത്തില്ല. അല്ലെങ്കിൽ ഏജൻസിയുടെ പേരൊന്നും പറയുന്നില്ല, കുറെ ഏജൻസീസ് ഉണ്ട്. എന്നിരുന്നാൽ പോലും അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. കാരണം എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയണമെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് അറിയണം. നമ്മൾ വീട്ടിൽ നിന്ന് മാറിക്കുമ്പോൾ കാര്യം ഇവിടെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ സ്പ്ലെൻഡർ വഴി വന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. കാരണം എന്ത് കാര്യത്തിനാണെങ്കിലും ഏത് ടൈമിലാണേലും, നാട്ടിൽ നിന്നാണെങ്കിൽ കൂടി ടൈം ഡിഫറൻസ് ഉണ്ടായിരുന്നിട്ട് പോലും എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആയിരുന്നു. നമുക്ക് എല്ലാത്തിനും ആൻസർ കിട്ടും, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചപ്പോൾ നമുക്ക് എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ഏത് ടൈമിൽ വിളിച്ചാലും എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ കിട്ടും. എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അതുപോലെ സപ്പോർട്ട് തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രത്യേകത അറിയാം. കാരണം എല്ലാത്തിനും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിപ്പോ ഞങ്ങളിപ്പോ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് A to Z കാര്യങ്ങൾ ചെയ്തു തരാനായിട്ട് ഞങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻസ്, ഞങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. ഇപ്പൊ ഈവൻതോ ഇപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ കേട്ട് കാണുമായിരിക്കും, ഇവിടെ ഒത്തിരി ഏജൻസികൾ, ഇവിടെ തന്നെയുള്ള ഏജൻസികൾ, അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടേഷന് $300 $150 ഒക്കെ വാങ്ങിച്ച് സർവീസ് കൊടുക്കുന്ന ഏജൻസികളുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് അപേക്ഷിച്ച് നിങ്ങൾക്ക് ഇവിടുത്തെ ഈ പ്ലേസ്മെന്റ്, അതായത് തിയറി ക്ലാസ് ഇപ്പൊ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ പ്ലേസ്മെന്റ് നമ്മുടെ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും രീതിയിൽ ചാർജസ് ഒന്നും തന്നെ ഇല്ല. കാരണം നമ്മൾ ഓൾറെഡി പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പറയുന്നുണ്ട് കോംപ്ലിമെന്ററി ആയിട്ട് കുറെ ഫെസിലിറ്റീസിലെ സർവീസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. ഞങ്ങൾക്ക് ഒരു 2 weeks തിയറി ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ഒരു ടൈമിലാണ്ട് നമുക്ക് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തു തന്നു, ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയിരുന്നു. പിന്നെ പ്ലേസ്മെന്റ് വരുമ്പോൾ ഡിപ്പെൻസ്, ചിലർക്ക് മാറ്റം വരും. കാരണം ചിലർക്ക് സെയിം അടുത്ത് തന്നെ, നമ്മൾ നിന്നടുത്ത് തന്നെ ഫസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ ചിലർക്ക് വേറൊരിടത്ത് കിട്ടും. പക്ഷെ മറ്റൊരിടത്തോട്ട് വരുന്നെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല. കാരണം നിങ്ങൾ രണ്ടാമതൊരു സ്ഥലത്തൊന്നും ആ പ്ലേസ്മെന്റ് അറേഞ്ച് ചെയ്തത് വരുന്നത് അവിടുന്ന് 30 minutes ഇങ്ങോട്ട് ഡ്രൈവ് ഉണ്ട് ബൈക്കാർ.
അപ്പം അത് തന്നെ നിങ്ങൾ തന്നെ ഞങ്ങളെ കൊണ്ടുവിട്ടത്. പിന്നെ ഇവിടുത്തെ അക്കോമഡേഷൻ ആണെങ്കിലും നമ്മൾ റെന്റ് കൊടുക്കണം. അത് വേറെ അവരാണ് ഞങ്ങളെ ഡെയിലി ഡ്രോപ്പ് ചെയ്യുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും. അപ്പൊ എന്തായാലും നമുക്ക് പറ്റുന്ന നല്ല ഫാമിലിനെയാണ് നമ്മള് റെഫർ ചെയ്ത് കൊടുത്തത്. ഇതുപോലെ സേഫ് ആണ് ഇവിടെ, നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല. കാരണം മലയാളീസ് തന്നെയാണ് അക്കോമഡേഷൻ അറിയാവുന്നവരുടെ അടുത്ത് തന്നെ ചെയ്തു കൊടുക്കുന്നത്. സേഫ്റ്റി അത് ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ അതും കറക്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും കൂടി ടെൻഷൻ ഇല്ല. അപ്പൊ അത് പ്രത്യേക ഒരു കാര്യം കൂടി ഞാൻ പറയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് അറിയാവുന്ന ഞങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവരെന്താണ് നമ്മുടെ കാൻഡിഡേറ്റ്സിനെ നമ്മൾ കൊടുത്തുകൊണ്ട് ഇപ്പൊ ഇവര് നല്ലൊരു ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും താങ്ക്സ് ടു ചാൾസ് ആൻഡ് വിനീത. എല്ലാം ഫ്രീ ആയിരുന്നു. അപ്പൊ എല്ലാ കോംപ്ലിമെന്ററി ഞങ്ങൾക്ക് ആക്ച്വലി കിട്ടി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് ഫിനാൻഷ്യലി ഭയങ്കര ബെനിഫിറ്റ് ആണ്. കാരണം നമ്മുടെ അറിയാം നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും ക്യാഷ് ഇവിടെ ഉണ്ടാവത്തില്ല. ആ ഒരു ഫിനാൻഷ്യലി ഞങ്ങൾ ഫുൾ സ്റ്റേബിൾ ആണ് ഇവിടെ. കാരണം എല്ലാം ഫ്രീ ആയിരുന്നല്ലോ, കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഉണ്ടെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള അസൈൻമെന്റ്സ് കാര്യങ്ങൾ, അപ്പൊ അതിന് നമ്മളുടെ കമ്പനി സ്റ്റാഫ് ഏതൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം തിയറി ക്ലാസ്സിലാണെങ്കിലും നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ഡ്രഗ് കാൽക്കുലേഷൻ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഡ്രഗ് കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാര്യത്തിലാണെങ്കിലും എങ്ങനെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്താൽ നമുക്കത് പാസ്സാകാൻ പറ്റും. കമ്പൽസറി ആയിട്ട് നമ്മൾ പാസ്സാവേണ്ടതാണ്. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് പ്ലേസ്മെന്റിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ തിയറി ക്ലാസ്സിൽ. അപ്പം ആ ഒരു ഡ്രഗ് കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അത്രയും ആർൻസ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നോണ്ട് അവർ ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്തു. ഞങ്ങൾ കോൺടാക്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. പിന്നെ പ്ലേസ്മെന്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറെ അസൈൻമെന്റ്സ്, ഡൊമൈൻസ്, റിഫ്ലക്ഷൻ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെല്ലാം ഞങ്ങൾക്ക് കൺഫ്യൂഷനാണ്. കാരണം അതൊന്നും നമ്മൾ എഴുതിയിട്ടില്ല. അപ്പൊ അതെല്ലാം നിങ്ങൾ പറഞ്ഞു തന്നോണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് അങ്ങനെ എഴുതാൻ പറ്റി, സബ്മിറ്റ് ചെയ്യാൻ പറ്റി. കറക്ഷൻസ് ഒക്കെ ഞങ്ങൾക്ക് തരും, ക്ലിനിക്കൽ ലെക്ചേഴ്സ് തരും. എന്നിരുന്നാൽ പോലും നിങ്ങൾ പറഞ്ഞു തന്നോണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കുറച്ചും കൂടെ നല്ലൊരു കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും അവരുടെ അടുത്ത് കാര്യങ്ങൾ. തീർച്ചയായിട്ടും. കാരണം നമുക്ക് അത്ര ഒരു മെന്റൽ സപ്പോർട്ട് തന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇനി അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ, നമ്മുടെ കമ്പനീനെ മറ്റുള്ളവർക്ക് റെഫർ ചെയ്യുമോ എന്നാണ് താങ്കൾ? തീർച്ചയായിട്ടും റെഫർ ചെയ്യും. വേറെ റെഫറൻസ് എനിക്ക് പറയാനില്ല. കാരണം അത്രയും സപ്പോർട്ട് തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ വേറൊരു ഏജൻസിയെ പറയുന്നത്. പിന്നെ മറ്റു ഏജൻസികളുടെ ഫോൾട്ട് നമ്മൾ ഓൾറെഡി കേട്ടു. അതുകൊണ്ട് മാത്രമല്ല, നമുക്ക് ഇത്ര എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വേറൊരു ഏജൻസി എനിക്ക് സജസ്റ്റ് ചെയ്യാനില്ല. ഓൾറെഡി ഫ്രണ്ട്സ് ചെയ്യുന്നുണ്ട് ഇതിൽ പ്രോസസ്സിങ്. അല്ലാതെ ഇനി OIT ക്ലിയർ ചെയ്യാൻ ആളുകളുണ്ട്. അവരോടൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ തീർച്ചയായിട്ടും ഇവിടെ മാത്രമേ ചെയ്യത്തുള്ളൂ. ഏതായാലും ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ ഒരു ഹാപ്പി കാൻഡിഡേറ്റിനെ കണ്ടല്ലോ. അപ്പൊ ഞാൻ തുടക്കം കാണിച്ച പോലെ ഒരു കാൻഡിഡേറ്റ് വേറൊരാളും കൂടെ ഉണ്ട്. അപ്പൊ ആള് അസൈൻമെന്റ് ഒരു പ്രിന്റ് ഔട്ട് എടുക്കാൻ പോയതുകൊണ്ട് തന്നെ ഇപ്പൊ വന്നില്ല. അപ്പൊ അതുകൊണ്ട് വന്നില്ല. അപ്പൊ എന്തായാലും ആളുടെ ഒരു ടെസ്റ്റിമോണി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളെ ഇത്രയും സന്തോഷമുള്ള കാൻഡിഡേറ്റിനെ ഞങ്ങൾക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ സാധിക്കും. ന്യൂസിലൻഡ് സിറ്റിസൺ ആയിട്ടുള്ളവർ നേരിട്ട് നടത്തുന്ന സ്പ്ലെൻഡർ ന്യൂസിലൻഡ് ലിമിറ്റഡിന്റെ ബ്രാഞ്ച് ഇപ്പോൾ അങ്കമാലിയിലും. ഏറ്റവും കുറഞ്ഞ ഫീസിൽ IELTS, OET, UKVI, PTE തുടങ്ങിയവയുടെ മികച്ച നിലവാരമുള്ള ക്ലാസുകൾ. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നഴ്സുമാർ പ്രോസസിംഗ് ചെയ്യുന്ന ഏക സ്ഥാപനം സ്പ്ലെൻഡർ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡ്, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, അങ്കമാലി.